actually going for a hike. He owns a whole island. ഇവിടെ കരടിയൊക്കെ ഉള്ളത് കൊണ്ടും എന്തും എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. അത് സ്കങ്കിനെ ചിലപ്പോൾ ആരും വെടിവെക്കില്ലായിരിക്കും. മൂന്നാറിൽ പോയൊരു പ്രതീതിയായിരുന്നു. തളർന്നു ഗൈസ്, തളർന്നു. ഹലോ എവറിബഡി, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് ഐ തോട്ട് ലൈക്ക് ഐ വിൽ ടേക്ക് യു ഗൈസ് ഫോർ ആൻ അഡ്വഞ്ചറസ് ട്രിപ്പ്. അഡ്വഞ്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി ഗോയിങ് ഫോർ എ ഹൈക്ക്, എ സ്മോൾ ഹൈക്ക്. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ടൗണിന് ചുറ്റുമായിട്ട് ഒരുപാട് വാട്ടർഫാൾസും ഒരുപാട് ഫോറസ്റ്റ് ഏരിയയും ലേക്സും ഒക്കെ നിറഞ്ഞൊരു അതിമനോഹരമായൊരു സ്ഥലമാണ്. ഞങ്ങളുടെ അവിടുത്തെ വിൻ്റർ അതികഠിനമായിരുന്നെങ്കിലും സമ്മർ ആൻഡ് സ്പ്രിങ് fall is the best season. അങ്ങനെ ഒരു അടിപൊളി ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിലവിൽ താമസിക്കുന്നത്. സോ ഇപ്പോഴത്തെ എൻ്റെ റൂട്ടീൻ അനുസരിച്ചിട്ട് എപ്പോൾ തക്കം കിട്ടിക്കഴിഞ്ഞാലും ഒരു നല്ലൊരു വെതർ ആണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ കാട്ടിക്കയറി പോവും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു വിനോദം. ഇന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കര മഴയായിരുന്നു. മഴയൊക്കെ പെയ്തതും കണ്ടില്ലേ, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞുണങ്ങിപ്പോയ എല്ലാ മരങ്ങളും അടിപൊളിയായിട്ട് വളർന്നു. മൊത്തം ഇപ്പോൾ ഒരു ഫുൾ കാടിൻ്റെ ഒരു പ്രതീതിയുണ്ട്. ശരിക്കും കാട് തന്നെയാണ് കേട്ടോ. സോ നമ്മൾ എവിടെയാണ് നടക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ട്രാൻസ് കാനഡ ട്രെയിൽ. എന്താണ് ട്രെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡ മുഴുവനായിട്ടും, അതായത് വടക്ക് മുതൽ തെക്ക് വരെ അല്ലെങ്കിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇതുപോലെ കുട്ടി കുറേ ട്രെയിലുകളാൽ ചുറ്റപ്പെട്ടതാണ്. ഏകദേശം ഞാൻ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നേ, എത്ര കിലോമീറ്റർ, 28,000 കിലോമീറ്ററോളം വരുന്ന ട്രെയിൽസ് ഉണ്ട്. അതായത് ആക്ച്വലി കിഴക്കേ അറ്റത്തു നിന്ന് തുടങ്ങുന്ന ഒരാൾക്ക് വേണമെങ്കിൽ പടിഞ്ഞാറ് അറ്റം വരെ പോയി അവസാനിപ്പിക്കാൻ പറ്റും. കാനഡയുടെ കിഴക്കേ അറ്റത്ത് ന്യൂ ഫൗണ്ട്ലാൻഡാണ് ഒരു പ്രൊവിൻസ്, ഏറ്റവും വെസ്റ്റ് സൈഡ് ബ്രിട്ടീഷ് കൊളംബിയ. സോ ഇതുപോലെ ഇങ്ങനെ കുട്ടി പല കാടുകളുടെ ഇടയിലുള്ള ഇങ്ങനെ വഴിവെട്ടിയ കുറച്ച് സ്ഥലങ്ങൾ, ഇങ്ങനെ നടന്നു പോകാനൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് 28,000 കിലോമീറ്ററോളം ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ 14,000 കുറേ ട്രെയിലുകൾ ചേർന്നാണ് ഒരു കംപ്ലീറ്റ് ട്രെയിൽ ഇങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു വിനോദം എന്ന് പറഞ്ഞാലും ഇതുപോലുള്ള ട്രെയിൽസിൽ ഇങ്ങനെ നടക്കാൻ പോവുക, ഹൈക്കിങ്ങിന് പോകുക, സൈക്ലിങ് അല്ലെങ്കിൽ പെഡലിങ്, സ്വിമ്മിങ്ങിനൊക്കെ പോകാറുണ്ട്. സോ കാരണം അതികഠിനമായൊരു വിൻ്ററിന് ശേഷമൊക്കെ ഇതുപോലുള്ള ഇങ്ങനെ പുറത്തുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഇവർ ഒരുപാട് എൻഗേജ്ഡ് ആവാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാനൊരു ചെറിയ ഹൈക്കിങ്ങിനാണ്, ഒരുപാട് വലിയ ഹൈക്കിംഗ് അല്ല. ഇന്ന് രാവിലെ മുതൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. ഇടയിൽ ഇങ്ങനെ മൂടിയൊരു ക്ലൗഡി ക്ലൈമറ്റ് വന്നു പോകുന്നുണ്ട്. എപ്പോൾ മഴ പെയ്യും ഇല്ലയോ എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് ലെറ്റ്സ് സീ. ഓക്കെ. അതുകൂടാതെ വേറൊരു കാര്യം, നമ്മളുടെ ഈ കൊച്ചു ടൗണിൽ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസിന് അവർക്ക് അവരുടേതായ കുറേ പ്രോപ്പർട്ടീസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റിയൊരു കാര്യം, നമ്മുടെ ജസ്റ്റിൻ ബീബർ ഉണ്ടല്ലോ, ജസ്റ്റിൻ ബീബർ ഈസ് ആക്ച്വലി എ കനേഡിയൻ. അപ്പോൾ ജസ്റ്റിൻ ബീബറിന് പല മെൻഷൻസൊക്കെ പല ഭാഗത്തൊക്കെ ആയിട്ടുണ്ട്. ഓൾസോ നമ്മുടെ ഈ കൊച്ചു ടൗണിലും പുള്ളിക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ചില്ലറ പ്രോപ്പർട്ടി അല്ല, ഹീ ഓൺസ് എ ഹോൾ ഐലൻഡ്. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു താഴത്തോട്ട് ഇറങ്ങാം. എനിക്ക് തോന്നുന്നു വെള്ളം ഇന്ന് ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഞാൻ 2 ദിവസം മുമ്പ് വന്നിരുന്നു, അപ്പോൾ ഇത്രയും വെള്ളമില്ല. ഇന്ന് വീണ്ടും വെള്ളം കയറി. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ നല്ല മഴയല്ലേ, മഴയത്ത് വെള്ളം കൂടുതലാണ്. It's beautiful. കനേഡിയൻസിനെ പോലെ ഞാനിപ്പോൾ പറയാൻ തുടങ്ങി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ. വെള്ളം ഇസ് വെരി ഷാലോ, നമുക്ക് അടിത്തട്ട് കാണാൻ പറ്റും. അതുപോലെ എന്ത് ശുദ്ധമായ വെള്ളമാണെന്ന് നോക്കിയേ.
പുറകിലാണെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ അതുപോലെ ഹൈക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൻ്റെ ഒച്ചപ്പാടിൽ ഞാൻ പറയുന്ന വല്ലതും കേൾക്കാവോന്ന് എനിക്കറിയില്ല. ട്രെയിൽസിനെ കുറിച്ച് പറയുകയാണ്, ഈ പറഞ്ഞ പോലെ ഇത്രയും കിലോമീറ്റർ കണക്കിനും അധികമുള്ള ട്രെയിൽസ് ആദ്യമായിട്ട് ഒരു വനിതയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തത്. അതായത് 28,000 കിലോമീറ്റർ ലേഡി ഹു ഫിനിഷ്ഡ് വിത്തിൻ 6 years. 6 വർഷം കൊണ്ടാണ് ഈ ട്രാൻസ് കാനഡ ട്രെയിൽ കംപ്ലീറ്റ് ആയിട്ട് പുള്ളിക്കാരത്തി ഫിനിഷ് ചെയ്ത. പേര് എനിക്ക് ഓർമ്മയില്ല. അതുപോലെ തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിനോദങ്ങൾ നടക്കാറുണ്ട്. നമ്മളെന്താ വേറെ പറഞ്ഞു വന്നത്, ആക്ച്വലി ജസ്റ്റിൻ ബീബറിന് ഇവിടെ ഒരു ഐലൻഡ് ഉണ്ടെന്നല്ലേ. ജസ്റ്റിൻ ബീബറിന് മാത്രമല്ല, ഫുട്ബോൾ പ്ലെയർ ഡേവിഡ് ബെക്കാമിനും വിക്ടോറിയ ബെക്കാമിനും ഇവിടെ ഒരു മാൻഷൻ, ഒരു കോട്ടേജ് തന്നെയുണ്ട്. ഇവിടെ റെയിൻ സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. സോ ദിസ് ഇസ് ദ സീൻ ആക്ച്വലി. ഫ്രീസിങ് റെയിൻ സമയത്ത് ഒരുപാട് മരങ്ങൾ ഒടിഞ്ഞ് വീഴുകയൊക്കെ ചെയ്തു. കാരണം ഈ കാണുന്ന മരങ്ങളിലൊക്കെ ഇങ്ങനെ മഞ്ഞല്ല, ഐസ് കട്ട് ചെയ്ത് നിൽക്കുമല്ലേ. അപ്പോൾ ആ വെയിറ്റ് കാരണം എല്ലാം ഒടിഞ്ഞ് വീണു. വെള്ളം ഒഴുകി വന്നതിന് കിട്ടിയ മറ്റേ മരങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ ഇവിടെ ജീവിത വരുമാന രീതിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. അത് സിറ്റി ലൈഫ് പോലെയല്ല. ഇവിടെയുള്ള ആണുങ്ങളാണെങ്കിൽ ഒരുപാട് പേര് കൺസ്ട്രക്ഷൻ ജോബ്സിനൊക്കെയാണ് പോകുന്നത്. പിന്നെ പ്ലംബിങ്, കൺസ്ട്രക്ഷൻ, സ്നോ പ്ലോയിങ്. ഇവിടുത്തെ സ്നോ ഒക്കെ ഭയങ്കര അതികഠിനമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമായിരുന്നു. പിന്നെ അറിയാൻ കഴിഞ്ഞത്, ഇപ്പോൾ ഈ കാട്ടിനകത്തായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും തോക്കുകളുണ്ട്. അവർക്ക് തോക്കുകൾ കൈവശം വെക്കാനുള്ള ലൈസൻസ് ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ. സോ അവരുടെ എല്ലാവരുടെയിലും തോക്കുകളുണ്ടായിരുന്നു. എൻ്റെ ഒരു കോവർക്കർക്ക് അവരുടെ ബോയ്ഫ്രണ്ടിൻ്റെ കയ്യിൽ, ഞാനിങ്ങനെ എന്തോ സംസാരിച്ച് വന്നപ്പോൾ പറഞ്ഞതാണ് എന്നോട്, പുള്ളിക്കാരൻ്റെ കയ്യിൽ 14 വിവിധ തരത്തിലുള്ള ഗണ്ണുകൾ കൈവശം ഉണ്ടെന്ന്. സോ അവരുടെ പറമ്പിലോ പാടത്തൊക്കെ വരുന്ന ഇങ്ങനെ ഗ്രൗണ്ട് ഡോഗ്സ് അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. റക്കൂൺ, സ്കങ്കിനെ ചിലപ്പോൾ ആരും വെടിവെക്കില്ലായിരിക്കും. ബാക്കി ഇങ്ങനത്തെ എന്തൊക്കെയോ പക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ, നമ്മുടെ നാട്ടിൽ കാണപ്പെടാത്ത പലതരത്തിലുള്ള പക്ഷികൾ. അപ്പോൾ അവരെയൊക്കെ വെടിവെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഇതുപോലെ സമ്മർ നല്ല കാലാവസ്ഥയാകുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകൾ ഇതുപോലെ ഹൈക്കിങ്ങിന് പോകുന്ന സമയത്ത് എന്തോ ഒരു ചെടി പറഞ്ഞു കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. സ്പിനച്ച് പോലെ എന്തോ ഒരു സാധനം, അത് പറിക്കാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞു ഒരു ദിവസം എന്നോട്. സോ അത് വലിച്ച് കഴിച്ചിട്ട് അവർ സാലഡിനകത്തും സൂപ്പിനകത്തും ഒക്കെ അവരിട്ട് കഴിക്കാറുണ്ടെന്ന്. സോ ഈ കാടിനെ ചുറ്റിപ്പറ്റി ഒരുപാട് രീതിയിലുള്ള വിനോദങ്ങളും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പല ആൾക്കാരുടെയും വീടുകൾ കണ്ടില്ലേ, വീടുകളുടെ പുറകുവശത്തുള്ള എന്താ അതിന് പറയുക, ഡക്കാണ് നിങ്ങളീ കാണുന്നത്. അതായത് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ഇതുപോലെ വീട്ടിൻ്റെ പുറകിലൊരു ലേക്കാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാവ്. ഇവിടെ ആൾക്കാർ കയാക്കിങ്ങിന് പോകും, ചെറിയ ബോട്ടിലൊക്കെ ഇങ്ങനെ തുഴഞ്ഞ് പോകാറുണ്ട്. വെള്ളത്തിന് അത്ര ആഴമില്ല, ബട്ട് എനിക്ക് നീന്താൻ അറിയില്ല എന്നുള്ളതുകൊണ്ട് ഞാനൊരു സേഫ് സൈഡ് പിടിച്ച് നിൽക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. ഇന്ന് മൺഡേ ആണ് ആക്ച്വലി, അതുകൊണ്ട് തന്നെ വലിയ ആൾത്തിരക്കൊന്നുമില്ല. സാറ്റർഡേ സൺഡേ ആണെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റേഴ്സ് വരുന്ന ഒരു സ്ഥലം കൂടെയാണിത്. ആൻഡ് നല്ല രീതിയിൽ തിരക്കാം നമുക്കിവിടെ സമ്മർ ആകുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടെയൊക്കെ ആൾക്കാർ ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ
ഫെബ്രുവരി മാസം കഴിഞ്ഞതോടുകൂടെ ഇവിടെ നമ്മുടെ ഹൈബർനേറ്റ് ചെയ്യാൻ പോയിരിക്കുന്ന എല്ലാ കരടിക്കുട്ടന്മാരും പുറത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. സോ ഈ കാടുകളിൽ കാണാം. ഐ എം നോട്ട് ജോക്കിങ്. ഇവിടെയൊക്കെ കരടികളുടെ ശല്യങ്ങളുള്ള സ്ഥലമാണ്. നോക്കി ഒരുപാട് മരങ്ങൾ ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുക, കടപുഴകി വീണിരിക്കുന്നുണ്ടോ പല മരങ്ങളും. എനിക്കാണെങ്കിൽ ഞാൻ കുഞ്ഞുനാള് മുതലേ ഈ ഡിസ്കവറിയിലൊക്കെ കാണുന്ന ഈ ബെയർ ഗ്രിൽസിന്റെ ഷോസ് കാണുമായിരുന്നു കേട്ടോ. മാൻ വേഴ്സസ് വൈൽഡ്, അതുപോലുള്ള പുള്ളിക്കാരന്റെ പല 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 പ്രോഗ്രാംസ് ഒക്കെ ഞാൻ കാണുമായിരുന്നു. രാവിലെ മുതൽ ചിലപ്പോൾ രാത്രി വരെ അത് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കും. ഐ വാസ് റിയലി ഇൻസ്പയർഡ് ബൈ ദാറ്റ് ഗൈ. പുള്ളിയുടെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ പോയി ഷർട്ട് ഇട്ടിരിക്കുന്നത്. രാവിലെ അടിച്ചു മാറ്റിയതാണ്. എനിക്ക് എപ്പോഴും ഒരു സിറ്റി ലൈഫിനെക്കാളും ഞാൻ ചൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു കാം ആൻഡ് ക്വയറ്റ് അല്ലെങ്കിൽ നേച്ചർ ബ്യൂട്ടിയുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു. ഇവിടുത്തെ സ്ഥലങ്ങളും ഇവിടുത്തെ പ്ലേസും ഇവിടുത്തെ വെള്ളവും കായലും കരയും ഒക്കെ ഭയങ്കര വൃത്തിയായി എല്ലാവരും സൂക്ഷിക്കാൻ ഭയങ്കര വില്ലിങ് ആണ്. അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിനും കൂടെ ചെയ്യും. ഇവിടെ നിന്ന് ഇറങ്ങി ഓക്കെ. നമ്മൾ ഈ സ്ഥലത്തേക്ക് ആദ്യം മൂവ് ചെയ്ത് വന്നപ്പം എനിക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ കണ്ടിട്ട് ആദ്യം തോന്നിയത് ഇത് ഏതോ ഊട്ടിയും കൊടൈക്കനാലും പോലെ ഇരിക്കുന്നല്ലോ എന്നായിരുന്നു ആദ്യം തോന്നിയത് കേട്ടോ. രാഹുലിന് അതുപോലെ ഇവിടെ വന്നപ്പോൾ തോന്നിയത് മൂന്നാറിൽ പോയൊരു പ്രതീതിയായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അക്സസിബിളായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഹിൽ സ്റ്റേഷൻ ഊട്ടി കൊടൈക്കനാലൊക്കെയാണ്, നീലഗിരി ഹിൽസാണ്. രാഹുലിന് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് മൂന്നാറാണ്. ബട്ട് പറഞ്ഞു വന്നത് അതുപോലെ ഒരു ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമായിട്ടായിരുന്നു അന്ന് ഇത് തോന്നിയത്. നമുക്കെന്തായാലും തിരിച്ച് നടന്നു തുടങ്ങാം ഗൈസ്. കാരണം എനിക്ക് ചെറുതായിട്ട് പേടിയായി തുടങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു ശബ്ദം കേട്ടു. കാടായതുകൊണ്ട്
അതുപോലെ ഇവിടെ കരടിയൊക്കെ ഉള്ളത് കൊണ്ടും എന്തും എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. അതുപോലെ കാനഡയിലാകെ ഒരു വിഷപ്പാമ്പേ ഉള്ളൂ, റാറ്റിൽ സ്നേക്ക്. ഇങ്ങനെ വാലി കിടുകിടാ നാട്ടില്ലേ, അങ്ങനെ ഒരേ ഒരു ടൈപ്പ് വിഷമുള്ള പാമ്പ് മാത്രമേ ഉള്ളൂ. അതും ഈ സ്പ്രിങ് സമ്മർ സമയമാകുമ്പോൾ പുറത്തിറങ്ങും. ഇങ്ങനെയൊക്കെ വല്ല അനിമലിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അറ്റാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അറ്റാക്ക് ചെയ്യണം, അവരെന്നെ അറ്റാക്ക് ചെയ്ത് നോക്കണം. ബട്ട് എങ്ങനെ എന്താ സർവൈവ് ചെയ്യണമെന്ന് അറിയില്ല. ബിയർ ഗ്രിൽസിൻ്റെ ഷോ കുറേ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബിയർ ഗ്രിൽസിൻ്റെ ഷോ എന്ന് മാത്രമല്ല, ഐ യൂസ് ടു വാച്ച് ഓൾ ലൈക്ക് ആനിമൽ പ്ലാനറ്റ്, ജിയോഗ്രഫി, നാഷണൽ ജിയോഗ്രഫി, ഡിസ്കവറി പോലുള്ള എല്ലാ ചാനലും ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു. എൻ്റെ അമ്മ ഇത് കാണുമ്പോൾ പറയാം, അല്ലെങ്കിൽ അവളൊരു മരം കയറിയും കാട് കയറിയായിരുന്നു. നിങ്ങളുടെ ലൈഫിൽ നമ്മൾ ഒറ്റയ്ക്കുള്ള കമ്പനി എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രതിസന്ധിയും നേരിടാനുള്ളൊരു കറേജും, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ലൈഫിൽ എപ്പോഴെങ്കിലും ഒറ്റപ്പെടുകയാണെങ്കിൽ പോലും, ഒറ്റപ്പെടാതിരിക്കട്ടെ, ബട്ട് ഒറ്റപ്പെടുകയാണെങ്കിൽ പോലും നമുക്ക് സർവൈവ് ചെയ്യാനുള്ളൊരു മനക്കെട്ടി ഉണ്ടാവും എന്നാണ് പറയുക. സോ ഇതുവരെ നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയും പുറത്ത് പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, ജസ്റ്റ് ദിസ് മൈറ്റ് ബി എ റിമൈൻഡർ, യു നോ, ജസ്റ്റ് ഗോ ഔട്ട്, ഹാവ് സം കോഫി, അല്ലെങ്കിൽ വല്ല ലൈബ്രറി പോ, അല്ലെങ്കിൽ വല്ല ഇതുപോലെ കാട്ടിനകത്തേക്ക് വന്നു. ബട്ട് ലൈഫ് ഇസ് സോ എക്സൈറ്റിങ്. നമ്മൾ റൂമിനകത്ത് മാത്രം ഇരിക്കേണ്ടതല്ലല്ലോ. എനിക്ക് വീട്ടിനകത്ത് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റാത്തൊരു കാര്യമാണ്. ആൻഡ് ഞങ്ങൾ ഒരുമിച്ച് മൂവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആദ്യം സ്ട്രഗിളല്ല, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയൊരു കാര്യം ഇതായിരുന്നു. കാരണം ഞാൻ സ്റ്റുഡൻറ്റ് പീരീഡൊക്കെ അല്ലെങ്കിൽ പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ഐ വാസ് സോ കംഫർട്ടബിൾ വിത്ത് മൈ സെൽഫ്, ലൈക്ക് ഐ എം സോ കംഫർട്ടബിൾ വിത്ത് മൈ റുട്ടീൻസ്, മൈ ഹാബിറ്റ്സ് ആൻഡ് എവറിഥിങ്. ബട്ട് വൺ സ്റ്റാർട്ടഡ് മൂവിങ് ഇൻ ടുഗെദർ, ലിവിങ് വിത്ത് അനദർ പേഴ്സൺ, ഈവൻ ദോ ഐ ലവ് ഹിം, ബട്ട് ഒരു മറ്റൊരു ഇൻഡിവിജ്വലിൻ്റെ ഹാബിറ്റ്സും റുട്ടീൻസും എല്ലാമാണ് നമ്മൾ കാണുന്നതല്ലേ. എന്തൊക്കെ കുറേ വർഷങ്ങളായിട്ട് പ്രേമിച്ചവരാണ്, സ്നേഹിച്ചവരാണ് എന്ന് പറഞ്ഞാൽ പോലും ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസം തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് എന്തൊക്കെ മനസ്സിലാകാൻ പറ്റുക, ആ വ്യക്തിയുടെ ശീലങ്ങൾ, രീതികൾ എല്ലാം. അപ്പം ആ സമയത്ത് എനിക്ക് അപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിരുന്നു. കാരണം ഐ യൂസ് ടു ലവ് മൈ റുട്ടീൻസ്, മൈ ഹാബിറ്റ്സ്, മൈ സെൽഫ്. I am very comfortable with being myself, to go everywhere by myself. അങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ജീവിതത്തിലേക്ക്, പെട്ടെന്നല്ല, ഒരുപാട് നാൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് പ്രതീക്ഷിതമാണ്, ബട്ട് എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരുമിച്ച് നമ്മൾ മൂവ് ഇൻ ചെയ്തപ്പോൾ ആദ്യം കുറേ ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു ഫ്രിക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതിനർത്ഥം നമ്മൾ പിണങ്ങിയെന്നോ ഇതൊന്നും അല്ല, ബട്ട് എന്നാലും പറയുകയാണ്. തളർന്നു ഗൈസ്, തളർന്നു. കുറച്ച് ദൂരം നടന്നപ്പോഴത്തേക്കും തളർന്നു. അതിനിടയിൽ ഈ കൊതുക് കടി, അതിൽ നല്ല രസമുണ്ട്. ഞാൻ മറ്റൊരു യൂട്യൂബർ പറയുന്ന പോലെ പറയട്ടെ, സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണാതെ എങ്ങോട്ടാണ് പോകുന്നത്? ഓ, നമ്മൾ ഇറങ്ങിപ്പോയ അതേ സ്ഥലം തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഈ ലേക്ക് ചുറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. സോ അപ്പോൾ ഇതൊക്കെയാണ് കാനഡയുടെ ഒരു വൺ ഓഫ് ദ ജിയോഗ്രഫി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്നതൊക്കെ ഈ സമ്മർ സ്പ്രിങ് സമയത്ത് മാത്രമേ ഇതൊക്കെ കാണാൻ കഴിയുള്ളൂ കേട്ടോ. വിൻ്റർ സമയത്തൊക്കെ നമുക്ക് ഏകദേശം ഇത്രയും പൊക്കത്തിനൊക്കെ മഞ്ഞുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇതിനകത്തൊന്നും ആരും വരില്ല. അതൊക്കെ ഉപേക്ഷിക്കപ്പെട്ട കാടുകൾ പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു. എന്തിനേറെ പറയുന്നു, കരടിക്കുട്ടന്മാർ വരെ ഹൈബർനേറ്റ് ചെയ്യാൻ പോയേക്കുമല്ലേ. അയ്യോ, കഴിഞ്ഞു കേട്ടോ.
നമ്മൾ എത്താറായി. എനിവേ ഗായ്സ്, I'm gonna wind up this video. I hope you guys enjoyed this different kind of videos, and I also had so much fun. ഇതുപോലെ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ആശ്വാസമാണ്. 6-7 മാസം നമ്മളിങ്ങനെ വിൻ്ററിൽ ഇങ്ങനെ വീട്ടിനകത്ത് മാത്രം കഴിഞ്ഞിട്ട് ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഇറ്റ്സ് സോ റിഫ്രഷിങ്. എനിവേ, I had a good day. I hope you guys enjoyed this video too. വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ